നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എന്തെങ്കിലും പറ. നീ പറ, എന്തെങ്കിലും പറ. ആ എല്ലാവരും ഹായ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹായ്. നമുക്ക് ഏറ്റവും ഡേഞ്ചറസ് ഡേ എന്ന് പറഞ്ഞാൽ വാക്സിൻ എടുക്കുന്ന ദിവസമാണ്. സക്സസ്ഫുള്ളി 10 ml പാല് കുടിച്ചു. ചിരിക്കണ 10 ml. ഇനി ഇതാണ് കുടിച്ചാൽ കുഴപ്പമില്ല. കിടന്ന് അലറല്ലേ, നമുക്ക് കൂടി ടെൻഷനാവും. ആ കൊച്ചിന് ഉറങ്ങാൻ യൂസ് ചെയ്യുന്ന ആ രണ്ടൊരു പാട്ടൊന്നും പാടി. മേഘയുടെ പാട്ടിൽ കൊച്ചുറങ്ങി. ഭയങ്കര ഭാരിച്ച പണിയൊന്നുമില്ല, എളുപ്പമാണ്. ആദ്യമായിട്ട് മേഘ വാങ്ങിച്ച നല്ലൊരു സാധനം. തുലുമ തുലുമ അയ്യ, പനി കുറവുണ്ടാ? പനി ആ പതിനൊന്ന് കാലായ ഉറക്കണേ തന്നെ തന്നെടി മോളിസേ. ഓ അവിടെ നിന്റെ നുണക്കുഴി എവിടെ? എവിടുത്താ നുണക്കുഴി? എവിടെ ഇവിടെ ഒരു നുണക്കുഴി ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? എവിടെ ഒരു നുണക്കുഴി ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയത്? എന്ത് നോക്കൊണ്ടിരിക്കണ? അല്ല, ഇത് തൂലികയുടെ പുതിയ കളിപ്പാട്ടോ. സംസാരിക്കുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും പറയണമെന്നുള്ള ഇതാണ് തൂലികയുടെ പുതിയ ടോയ്. ഇവിടെ നോക്കണ്ട, ഇതിനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. തുലിക നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എന്തെങ്കിലും പറ. നീ പറ, എന്തെങ്കിലും പറ. എന്തെങ്കിലുമൊക്കെ 2 വാക്ക് പറയൂ. പറ. ഇங்கே പറ. എല്ലാവരും ഹായ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹായ്. ഇന്ന് നമ്മളുടെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് അല്ലേ? ഇന്ന് നമ്മൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പോവുകയാണ്. എടുക്കാം, തുടങ്ങാം. തൂലികയുടെ അമ്മയും എൻ്റെ ഭാര്യയുമായ മേഘ 11 മണിക്ക് ഉറക്കണിട്ട് വന്നിരിക്കുകയാണ്. 2 ദിവസം ഉറക്കില്ല. യെസ്, ഉറക്കിയില്ല, അങ്ങനെ വേണം പറയാം. ഉറക്കിയില്ല, കാരണം 2ാമത്തെ വാക്സിൻ എടുത്തു കേട്ടോ. നമ്മളെ കുഞ്ഞുമാവിക്ക്, പനി ബേബിക്ക് ഫസ്റ്റ് 2ാമത്തെ വാക്സിൻ എടുത്തപ്പോൾ രാത്രിയാകുമ്പോൾ ഒരു കരച്ചിലും പിന്നെ രാത്രി അതെ കോസ്മോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവസാനം അവിടെ കിടന്ന് കരച്ചിൽ. കാരണം കാല് നല്ല പെയിനുണ്ട്, പിന്നെ പനി ഉണ്ടായിരുന്നത്. അത് തന്നെ നമ്മൾ പറയാനത്, നമ്മളത് തന്നെയാണ് പറയുന്നത്. എൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. അതെ, ഇന്ന് നല്ല മൂഡിലാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര കരച്ചിലാണ്. അവസാനം അവിടെ ബെഡിൽ കിടക്കൂല, ഒന്നും ചെയ്യില്ല. അവസാനം മേഘ നെഞ്ചിൽ വെച്ച് കിടത്തി, അങ്ങനെ ഉറക്കി, പിന്നീട് ഫീഡ് ചെയ്യിച്ചിട്ടാണ് അവർ വീട്ടിലോട്ട് വിട്ടത്. അല്ലേ? ഈ പറയണൊക്കെ സത്യമല്ലേ? നമ്മൾ പറഞ്ഞ സത്യമല്ലേ? അല്ലേ? മൊബൈലുണ്ട്, അതിൽ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. പറ, നമ്മൾ പറഞ്ഞ സത്യമല്ലേ? എങ്കിൽ ഒരു സൗണ്ട് ഉണ്ടാക്കിയാണ് അങ്ങോട്ട്. വേണ്ട. ഇന്ന് സത്യമാണ്, എനിക്കറിയാലോ. നേരത്തേക്ക് മറ്റേ കണ്ണുനീരില്ലാതെ കിടന്ന് കരയുമായിരുന്നേ. ഇപ്പം കണ്ണുനീര് വന്ന് തുടങ്ങി. ഓ സത്യം, കാര്യം നമുക്ക് തന്നെ വിഷമം തോന്നും. ഈ കിടന്ന് ഇങ്ങനെ ചുമ്മാ ഭയങ്കര കരച്ചിലായിരുന്നു, ഭയങ്കര കരച്ചിൽ. നല്ല വേദനയുണ്ട്. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല വേദന ഉണ്ടായിരുന്നു, എനിക്കറിയാം. ഇടത്തെ തൊട അനക്കാൻ പോയി. അവിടെ തൊട്ട് കഴിഞ്ഞാൽ അപ്പം ഭയങ്കര പെയിനാണ്. അല്ലേ? അല്ലേ? നല്ല പെയിനില്ലേ അവിടെ? അല്ല, ഇന്ന് ഭയങ്കര കൂടുതൽ എല്ലാത്തിലും റിപ്ലൈ ആയിരുന്നല്ല. നീ നേരത്തെ സംസാരിക്കൂ. ഇത് തൂലികട അപ്പൂപ്പൻ വാങ്ങിച്ചെടുത്ത കളിപ്പാടും കേട്ടാ.
ഇത് ഇവളുടെ പുതിയ കൂട്ടുകാരിയാണ് ഡോങ്കി. ഡോങ്കി ഭയങ്കര ഇഷ്ടമാണ്. ഡോങ്കിന് ഭയങ്കര ഇഷ്ടം. വേണ്ട, ഡോങ്കീനെ ഭയങ്കര ഇഷ്ടമല്ലേ? ക്യാമറ കണ്ട അതിൽ നോക്കിക്കൊണ്ടിരിക്കും കേട്ടാ. അയ്യ അയ്യ, പാല് കുടിക്കണ്ടേ? ഇങ്ങനെ ഇരുന്നാൽ മതിയോ തൊട്ടില്? 24 മണിക്കൂർ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ മതിയോ? പാലൊന്നും കുടിക്കണ്ടേ? അമ്മയടുത്ത് പാല് തരാൻ പറ. പറ. പാല് ഇപ്പം ഈ കൈയൊക്കെ കൊണ്ട് വായിലൊക്കെ വയ്ക്കും കേട്ടോ. അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് പുള്ളിക്കാരിക്ക്. കണ്ട അമ്മൂമ്മേര അമ്മൂമ്മ പറയുന്നത് കേട്ടോ. അമ്മൂമ്മ പഴയ ഷീലയുടെ ലുക്കിലെ നടക്കുള്ളൂ. പാല് കുടിക്കാൻ പോ. പാല് കുടിക്കാൻ പോ. അമ്മ അടുത്ത് പാല് തരാൻ പറ. അമ്മ പാല് തരാൻ പറ. അമ്മയടുത്ത് പാല് തരാൻ പറ തുലികേ. തനുബേബി പാല് തരാൻ പറ. അവളി കേട്ടാ അറിഞ്ഞൂടെ? അപ്പൊ പാല് കുടിച്ചിട്ട് വരും. തനുബേബി ഇനി പാല് കുടിച്ചിട്ട് വരും. എണീറ്റ് പോവാം. ഇത് ഇവിടെയാണ് കേട്ടോ ഇഞ്ചക്ഷൻ വെച്ചേക്കുന്നത്. കണ്ടോ അവിടെ നല്ല പെയിൻ ഉണ്ട്. എടുക്കുമ്പോൾ നല്ല കരച്ചില്ല. ഇല്ല 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 എടുക്കൂല എടുക്കൂല. അമ്മയ്ക്കേ നമുക്ക് അമ്മ വേദനിപ്പിക്കാൻ അടി കൊടുക്കാം. ഓ ആ അത് നമുക്ക് അടി കൊടുക്കാം. അടി കൊടുക്കാം. അടി കൊടുക്കാം നമുക്ക് അമ്മ എടുത്താ. അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. മരുന്ന് കൊടുക്കാണ്ട് പനിക്കുള്ളല്ലേ ഇത്? മരുന്ന് കുടിക്കാം. അത് കുടിക്കാൻ ഇത്തിരി കരച്ചിലുണ്ടേ. കാലുണ്ട് അവിടെ. ഇവിടെ തടുപ്പുണ്ടല്ലേ? ആയി മരുന്ന് കുടിക്കാം. മരുന്ന് ഇഷ്ടമുണ്ടോ? മരുന്ന് കുടിക്കാൻ ഇഷ്ടമുണ്ടോ? മരുന്നിൽ മാറി മാറി നോക്കണം കേട്ടാ. ഇതിൽ മൊബൈലിൽ കാണുമ്പോൾ ഇത് ഇത്തിരി ഭയങ്കര വലുതായിട്ട് തോന്നുന്നേ. പക്ഷെ നീ ഒരു ഉള്ളുള്ളേ ഉള്ളൂ. ഒറ്റ പൂരേ ഉള്ളൂ. നീ ഉള്ളുള്ളേ ഉള്ളൂ. ഒറ്റ പൂരേ ഉള്ളൂ. നീ ഒരു ചിരി ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞത്. മക്കള് വലിയ കുട്ടിയാണോ? നാളെ കെട്ടിച്ചു വിടാം വലിയ കുട്ടിയായെങ്കിൽ. സ്കൂളിൽ വിടും നാളെ അംഗൻവാടിയിൽ. ആദ്യം കൊടുത്ത് എന്താ വരുന്നായിരുന്നു? ആ അതെന്തിനാ? ഗ്യാസിന്റെ. ഓ പാല് കുടിക്കണേക്കാളും ഇപ്പം മരുന്നാണോ കുടിക്കുന്നത്? മെയിനാണോ അത്? മരുന്ന് കുടിക്കണ്ടേ? 2 ഡ്രോപ്പേ ഉള്ളൂ. തല പൊക്കി വെക്കണ്ടേ? 2 ഡ്രോപ്പേ ഉള്ളൂ. നമുക്ക് വലിയ ഇഷ്ടമല്ല ഇത്. ഇത് വലിയ ഇഷ്ടമല്ല. അതെനിക്ക് തന്നെ മണം ഇഷ്ടപ്പെടുന്നില്ല. അതാ പോയി കോളിക്കേട് നിന്റെ. തുപ്പിക്കളഞ്ഞ അടവ് പിടിച്ച്. ആ ഇല്ല 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 കരല് 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 തുപ്പിക്കളഞ്ഞല്ലേ എന്റെ കോളിക്കേട് പൊത്താം. എന്തിനു മരുന്ന് ഇട്ടത് ഇപ്പം? ഞാൻ എന്തിനു തന്ന മരുന്ന്? എനിക്ക് ഇഷ്ടമല്ല. ഒരു അൽഫാം എടുക്കട്ടെ? അൽഫാം ആകെ ഒരു അൽഫാമിന്റെ എത്രയല്ലേ ഉള്ളൂ? ഇന്ന് നല്ല മൂഡിലാ. എടുത്താ കരച്ചില്ല. കാരണം ഇവിടെ ഇത്തിരി പെയിൻ ഉള്ളത് കൊണ്ടേ എടുത്തു കഴിഞ്ഞാൽ കിടന്ന് കരയും അല്ലേ? അതെ, പാല് കൊടുക്കണമെങ്കിൽ എടുക്കണമല്ലോ. കുറച്ച് പാല് കുടിച്ചാൽ നമുക്ക്. കുറച്ച് പാല് കുടിക്ക്. കുടിക്ക് പാല് കുടിക്ക്. ഓക്കെ. നീ എടുത്താ കരയാണ് കേട്ടോ. അടവടിച്ചിരിക്കുകയാണ്. അമ്മ എടുക്കണം. വേദന ഉണ്ടോ? അമ്മക്ക് അമ്മയെ അറിയാൻ വേദന ഉണ്ട്. പോട്ട് കുഴപ്പമില്ല. ഇനിയിപ്പോ നമുക്ക് അടുത്ത മാസമല്ലേ ഉള്ളൂ. അടുത്ത മാസം ഉണ്ടാന്ന്. കുഴപ്പമില്ല. അമ്മ എടുക്കട്ടെ. എടുക്കാനും നീ എടുത്ത് നോക്കട്ടെ. അല്ല എന്തൊക്കെ കാണിക്കണ ഇനി കിടന്ന് കരയാതിരിക്കാൻ. പക്ഷെ കോലം കെട്ടില്ല കേട്ടോ. ഇതന്നല്ലേ പറയണ.
എനിക്കറിയാം ഫുൾ കോലം കേട്ടോ. ഇല്ല 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 ഡാർക്ക് സർക്കിൾസ് ഒന്നും ഇല്ല 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 ഉണ്ട്. ഇല്ല സീരിയസ്ലി ഇല്ല 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 എനിക്ക് നേരിട്ട് കാണാമല്ലോ. ഇല്ല സാധാരണ ഒരു മെലിഞ്ഞ് ഒന്ന് കോലം കിട്ടുപോയി. ഒരു ഓജസ്സും തേജസ്സും അല്ലേ? കറക്റ്റ് അതില്ല. അത് നമുക്ക് 1-ാം തീയതി തൊട്ട് ഞാൻ ജിമ്മ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, ട്രെയിനർ ഉൾപ്പെടെ. അപ്പൊ ഇതുമില്ല. ഓജസ്സും തേജസ്സൊക്കെ വരും. നാക്ക് വെച്ച് നുണയാതെ പാല് കുടിക്കുന്നീ എടുക്കട്ടെ. ഇതൊരു പ്രോസസ്സാ. കരഞ്ഞങ്ങനെ പാല് കുടിക്കാൻ പറ്റും? ഇല്ല ഇല്ല കഴിഞ്ഞല്ലോ എടുക്കുന്നില്ല. കാലിലാണ് വേദന. നിന്റെ അടവുണ്ട് കേട്ടോ മേഘ. അച്ഛൻ്റെ അതേ സ്വഭാവം തോന്നുന്നു. മീൻസ് നിങ്ങളുടെ സ്വഭാവം. നിന്റെ നല്ല എന്തൊക്കെ സ്വഭാവം കൊച്ചിട്ടുള്ളേ? നല്ല സ്വഭാവം ആക്ച്വലി എല്ലാം പ്രകടമായിട്ടില്ല. ഇല്ല അതൊക്കെ ആയിരിക്കും നിന്റെ, അതൊക്കെ നിന്റെ ആയിരിക്കും. ഓക്കെ ഈ സ്വഭാവം എന്റെ അല്ലേ? കരച്ചില്ല തൊട്ട് മുമ്പ് കരയുന്ന ടീമാ നീ. അല്ല ഞാനും കരയുമ്പോ ശ്വാസം പിടിക്കും ഇടയ്ക്ക്. വലുതായിട്ട് പെട്ടെന്ന് എനിക്ക് ശ്വാസം കിട്ടില്ല. പാലും കുടിക്കാതെ അടവടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്വാസം പിടിച്ചു വെച്ച് കരയും. അതാണ് മെയിൻ പരിപാടി. ഹായ് പാല് കുടിക്ക്. നമുക്ക് ഏറ്റവും ഡേഞ്ചറസ് ഡേ എന്ന് പറഞ്ഞാൽ വാക്സിൻ എടുക്കുന്ന ദിവസമാണ്. പാവം പാവം ഒന്ന് പാല് കുടിക്ക്. നോക്കണോക്ക് മൊബൈല് കണ്ട അവിടെ നോക്കിക്കൊണ്ടിരിക്കും. കളിപ്പാട്ടൊന്നും വേണ്ട. പാല് കുടിക്കുന്നില്ല ഗൈസ് ഒരു തരത്തിലും. കിടന്ന് കരച്ചിലും ബഹളവും. പാല് കുടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സക്സസ്ഫുള്ളി പത്തമ്മൽ പാല് കുടിച്ചു. ചിരിക്കണ പത്തമ്മൽ. ഇനി ഇതാണ് കുടിച്ചാൽ കുഴപ്പമില്ല. കിടന്ന് അലറല്ലേ, നമുക്ക് കൂടി ടെൻഷനാവും. മനസ്സിലായ? പ്ലീസ് തൊഴാം, കാല് പിടിക്കാം. കാല് പിടിക്കാനും പറ്റില്ലല്ലോ. ചെറുതായിട്ട് കരഞ്ഞിട്ട് കുടിച്ചോ കൊച്ചു പിള്ളേരുടെ സ്വഭാവത്തിൽ. കേട്ടാ? അല്ലാതെ ചുമ്മാ ഇന്ന് ഈ ഉമ്മ കരഞ്ഞ് കുടിക്കല്ലേ. കേട്ടാ? പാല് കുടിച്ചാലേ വളരുള്ളൂ. വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര വലിയ കൊച്ചാണ്. ആകെ ഒരു തുപ്പൂരേ ഉള്ളൂ, ക്വാർട്ടർ അൽഫാമിന്റെ അത്ര. മനസ്സിലായ? ഇല്ല ചുമ്മാ പറഞ്ഞ. അയ്യോ ഹൽക്കിന്റെ കുട്ടിയല്ലേ നീ. എങ്കിൽ കുഴപ്പമില്ല, ഹൽക്കിന്റെ കുട്ടിയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇങ്ങനെയൊക്കെയാ നമ്മുടെ ഒരു ദിവസം പോണ. ഈ കൊച്ചൊക്കെ ആയിട്ടേ തുടങ്ങിയണ്ട. അയ്യോ ഇല്ല എന്തൊക്കെ കാണിക്കുന്നു അറിയാമോ? ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഒരു 3 മണിക്കൂർ ഉറങ്ങിയാലോ? 2 ദിവസം ഉറങ്ങിയില്ല. 3 ദിവസത്തെ ഉറക്കമാണ് ഇന്ന് ഉറങ്ങിയത്. അത് അമ്മയെ പോലെ തന്നെ. അമ്മ ആയ കാലത്തും നെറ്റ് വിത്ത് ചില്ല്. ഞാൻ ഉറങ്ങുമ്പോഴും ചില്ല്, കൊച്ചു അതുപോലെ ചില്ല്. ഇതുപോലെയൊക്കെ സാധനത്തിന് വളർത്തിയെടുക്കുന്നത് പാടെന്നറിയാമോ? അല്ലേ വേഗം ഈസി എന്ന് വിചാരിച്ചല്ലേ? അമ്മ പറയാനായിട്ടില്ല കഷ്ടപ്പെട്ടാണ് നിന്നെ വളർത്തിയെന്ന് പറയുമ്പോൾ നിനക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ എന്നോട് ഇത്ര കഷ്ടപ്പാടില്ലായിരുന്നു അമ്മ തന്നെ പറയുന്നുണ്ട്. ആണോ? അമ്മ എന്നോട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ആ കഷ്ടപ്പാടായിരിക്കും. ഞാനൊക്കെ ഈസി ആയിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞ് ഞാൻ സുഖമായിട്ട് കഴിക്കുമായിരുന്നു. ഒരു ശല്യങ്ങളിൽ കിടന്ന് ഉറങ്ങിക്കോളും. ഫുഡ് ഇഷ്ടമല്ല. ഇത് ഉറങ്ങണമെങ്കിലും ഒരു കരച്ചിൽ കഴിഞ്ഞ് ഉറങ്ങണം, കഴിക്കണമെങ്കിലും ഒരു കഴിച്ചിൽ കഴിഞ്ഞ് കഴിക്കും. എല്ലാം അങ്ങനെ. ഓക്കെ, ഇനി അടുത്ത് ഉറക്കാൻ പോകുന്ന രംഗമാണ് അടുത്തത്. തനുബേബിയുടെ മിനി കൂപ്പർ എടുത്തുകൊണ്ട് നമ്മൾ പോവുകയാണ് ഉറക്കാനായിട്ട്. വണ്ടിക്കൊന്നും പറ്റാതിരിക്കാൻ ജപമാലയുണ്ട്. അതാനിട്ടാ ജപമാല? അപ്പച്ചൻ. ഈ വണ്ടിക്കൊന്നും പറ്റാതിരിക്കാൻ, കാരണം ഇത് 4 വീലുള്ള ഒരു വണ്ടിയാണല്ലോ, നമുക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ വണ്ടിക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ജപമാലയുണ്ട്. മിനി കൂപ്പറിൻ്റെ ടയറെ ഹാൻഡ് ബ്രേക്ക് ഇട്ട്. ഇവിടെ പ്രാചീന തൊട്ടിലുണ്ട് കേട്ടോ, അത് ഇടയ്ക്കിടയ്ക്ക് മാത്രം യൂസ് ചെയ്യാറുള്ളൂ. ഇവിടെ കിടത്തുമ്പോൾ ഇതിന് കരച്ചിലുണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഇല്ല 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 ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഇല്ല ഇല്ല കഴിഞ്ഞല്ല.
ഇതാണ്ട് മക്കളെ ഡോങ്കി. ബാബോ തല മാറിപ്പോയി. ബാബോ ബാബോ. ഈ കളിപ്പാട്ട് ഇഷ്ടമുണ്ടോ? ഈ കളിപ്പാട്ട് ഇഷ്ടമുണ്ടോ? ഡോങ്കി ഡോങ്കി മക്കളെ ഡോങ്കി. ആ അത് നല്ല രസമുണ്ടോ പാവ. അടി അപ്പുറത്തെ കാലല്ലേ, അപ്പൊ ഇങ്ങോട്ട് ചരിഞ്ഞാണ് കിടക്കണം, അങ്ങോട്ട് ചരി. അങ്ങോട്ട് ചെരിഞ്ഞ് കിടന്നത്. അത് വേദനിക്കും. ഇത് കുറച്ചു നേരം കണ്ടോണ്ടിരുന്നേ. അതാ എൻ്റെ അമ്മ കണ്ടിത് അവിടെ കെട്ടാ. മൊബൈലിന്റെ കളറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതെല്ലാം ഞാൻ മൊബൈൽ വെച്ചിട്ട് കാണിക്കണം. ആ ഇപ്പോഴാണ് കളിപ്പാട്ടം കണ്ടത്. ഇത്ര നേരം ഐഫോൺ പോയിക്കൊണ്ടിരിക്കുന്നത്. 17 Pro Max ഞാൻ അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ ഓറഞ്ച് കളറാണ് ബാക്ക്. അപ്പം അതും കണ്ടോണ്ടിരിക്കുക. ആ ഓക്കെ. കരച്ചിൽ നിന്നു. കളിപ്പാട്ടമൊന്നും ഇപ്പോൾ വേണ്ട. ഐഫോൺ വളർത്തി ഇല്ലാതാക്കി നിന്നെ 2 മാസം കൊണ്ട്. ഡാഡി നിന്നെ വളർത്തി നന്നാക്കട്ടെ. നമുക്ക് ക്രിക്കറ്റ് കളിക്കണ്ടേ? ക്രിക്കറ്റ് പ്ലെയർ ആവണ്ടേ? ഇന്ത്യൻ ടീമിൽ കയറണ്ടേ നമുക്ക്? ശരിയാവട്ടെ. വാക്സിൻ ഇല്ലെങ്കിൽ ഓക്കെ ആണ്. എൻ്റെ കളിപ്പാട്ടം അവിടെ നിന്ന് ഇളവി വന്നു. കണ്ടോ നീ? ഇത് ഞാൻ വെക്കണ്ടേ? ഇതെങ്ങനെ? ആ ഈസി. അങ്ങോട്ട് ചരിഞ്ഞ് കിടന്നേ. കാല് ഇവിടത്തെ വേദന. അതെങ്ങനെ വെച്ച് ഉറങ്ങിയാതി ഇച്ചിരി. ഹെഡ് പൊങ്ങിപ്പോയി. ഹെലികോപ്റ്റർ പാവങ്ങളുടെ ഇത് ഹെലികോപ്റ്ററാണ്. പിന്നെ ഡോങ്കി ഉണ്ട്. അതെ കുറച്ച് വേദനയേ ഉള്ളൂ. ആ ഇല്ല കഴിഞ്ഞല്ലോ. ഈ കളിപ്പാട്ടത്തിൽ പിള്ളേരെ ഉറക്കത്തിന്റെ ആണ് ആട്ടം. അങ്ങനെ വെച്ചോണ്ടിരിക്കല്ലേ, ആട്ടം. ഉറക്കം വരുമ്പോ നമ്മൾ ആട്ടണം. ലൈറ്റ് ഓഫ് ചെയ്തോളൂ. അത് കുഴപ്പമില്ല. രാവിലെയൊക്കെ ലൈറ്റ് ഇട്ട് കിടന്നു. ഉറക്കം വരുന്നുണ്ട്. കരയല്ലേ? ഇങ്ങനെ കരയല്ലേ? മേഘ കൊച്ചിനെ ഉറക്കാനായിട്ട് ഇപ്പൊ ഒരു പാട്ട് പാടും. പുറത്ത് വെക്കാൻ പറ്റില്ല. ഇതിന് ഞാൻ പാട്ട് ക്ലാസ്സിൽ പോകേണ്ടി വരും. പാട് മേഘ. പാടിയിട്ട് ഞാൻ ഉറങ്ങാതിരിക്കാനായിരുന്നു. ആ കൊച്ചിന് ഉറങ്ങാൻ യൂസ് ചെയ്യുന്ന 2 പാട്ടൊന്ന് പാടിയേ. കുറെ പാട്ടുണ്ട്. ഇപ്പൊ പാടിയത് മതി. അത് പാട്ട് രാഗത്തിൽ താളത്തിൽ പാടിയേ. അതൊന്നുമില്ല, നമുക്ക് രാഗവും താളവും കിടക്കണം കൂടാ. തമ്പുരാട്ടി തം 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 കിടക്കണം. എനിക്കൊരു പുല്ലുമില്ലടാ എന്നുള്ള മട്ടില് ഒന്ന് കണ്ണടച്ച് ഉറങ്ങി. മേഘര പാട്ട് പിടിച്ചില്ലെന്ന് തോന്നുന്നു കേട്ടോ. മൂഡ് പുള്ളി ആറ്റിറ്റ്യൂഡായി. ആറ്റിറ്റ്യൂഡേഷേ മേഘയുടെ പാട്ടിൽ കൊച്ചുറങ്ങി. 10 മിനിറ്റ് ഉറങ്ങുള്ളൂ. അതാണ് ട്വിസ്റ്റ്. ഗൈസ് ഉറങ്ങി കേട്ടോ. ഹെയർ സ്റ്റൈലുണ്ടോ? 80കളിലെ ഹെയർ സ്റ്റൈലാണ്. എനിക്ക് തോന്നുന്നൊരു 10 മിനിറ്റ് ഉറങ്ങും, അതിനുശേഷം എണീക്കും. അതാണ് പതിവ്. നല്ലപോലെ അഭിനയിക്കും 10 മിനിറ്റ് ഉറങ്ങിയതായിട്ട്. കൊച്ചിനെ ഇറക്കി നമ്മളും ഒരു 2 മണിക്കൂർ ഉറങ്ങിപ്പോയി. ഭാഗ്യം കേട്ടോ. ഇന്ന് സാധാരണ അവളെ ഉറക്കി ഒരു 10 മിനിറ്റിനകത്ത് അവൾ എണീക്കുന്നതാണ്. പക്ഷെ ഇന്ന് എണീറ്റില്ല. ഗൈസ്, ഞാൻ സോൾഡ് സ്റ്റോറിൽ നിന്ന് 2 ഷൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ടുണ്ട് കേട്ടോ.
കണ്ടിഷ്ടം. അതിൽ രസിച്ചതാണ് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടെ. അതിലുള്ളതുപോലെ തന്നെ നമ്മൾ ഇട്ട് നോക്കിയപ്പോഴത്തേക്കും ഓക്കെയാണ്, സെറ്റാണ്. പക്ഷെ എനിക്ക് അതിലൊരു കണ്ടപ്പോൾ നല്ലൊരു യെല്ലോ കളറായിരുന്നേ. വന്നപ്പോ വേറെ അല്ലേ, ഒരു ലോക്കൽ ടച്ച് ഫീൽ ചെയ്യുന്നു. ഒരു എന്താ പറയാ, ആ കൊടുക്കുന്ന പൈസക്കുള്ള ഒരു വൃത്തിയില്ലാത്ത പോലെ. ഉദ്ദേശിച്ചല്ലോ ഇതല്ല. അല്ല അല്ല അല്ല, അത് കണ്ടപ്പോൾ നല്ല കളറായിരുന്നു, നല്ല യെല്ലോ കളറായിരുന്നു. പക്ഷെ ഇതൊന്നപ്പോ ഒരു മങ്ങിയ ഒരു യെല്ലോ. ഏകദേശം ഇത് 2000 സംതിങ് രൂപയാണ് കേട്ടോ. പെട്ടെന്ന് അടിച്ച് ഒരു പാക്കിങ് കൊള്ളാം, നല്ല ക്വാളിറ്റി ഉള്ള പാക്കിങ്. പിന്നെ ഡ്രസ്സും അടിപൊളിയാണ്. അതെല്ലാം കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഞാൻ എപ്പോഴും അതിൽ നിന്നൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത്. ഇത് റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അന്നേരം ആ പൈസക്ക് ഞാൻ ടീഷർട്ടൊക്കെ ഓർഡർ ചെയ്തു. ഇത് മേഘയുടെ ഗിഫ്റ്റായിരുന്നു. അത് പറഞ്ഞില്ല കേട്ടോ. മേഘയുടെ ഗിഫ്റ്റാണ്. അതുകൊണ്ട് ഇത് റിട്ടേൺ കൊടുത്തിട്ട് കറക്റ്റ് ആ പൈസ കൂടുതൽ അടുത്ത ഓർഡർ ചെയ്തു. എൻ്റെ ബർത്ത്ഡേ അന്ന് എനിക്ക് ഗിഫ്റ്റ് തരാത്തതുകൊണ്ട് മേഘ ലാവിഷാക്കി ഞാൻ വാങ്ങിച്ചു തരുക. എന്ന് മേടിച്ചെന്നാ മതിയായിരുന്നു. വണ്ടിയല്ലേ ഞാൻ മേടിച്ചെടുക്കും. പിന്നെ ഇത് മേഘ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇതെന്താണെന്ന് അവൾ തന്നെ പറയും. വാട്ട് ഈസ് ദിസ്? സംഭവം മച്ചാ, നമ്മൾ ഈ ബേബിയുടെ ഒക്കെ കൈയും കാലും ഒക്കെ ഇത് ചെയ്തിട്ടില്ലേ, ഏതേത് വയ്ക്കും? ഷോക്കേസ് വയ്ക്കും. സ്കൾപ്ചർ പോലെ ചെയ്ത് ഓ ഇതുപോലെ ചെയ്ത് വെക്കും. അപ്പോൾ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്നൊരു ആഗ്രഹം. കാരണം പെട്ടെന്ന് കൈയും കാലൊക്കെ വളരില്ലേ, അപ്പോൾ നമുക്ക് ഓർത്തും ലാസ്റ്റ് വരെ മെമ്മറി ആയിട്ട് വെക്കാമല്ലോ വർഷങ്ങളോളം. ഇത് വർക്കാവോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ആരെയും വിളിക്കാം. നോക്കാം, ഏതായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ? എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണെന്നുള്ളത്. ഇല്ലെങ്കിൽ എൻ്റെ കൈയെങ്കിലും ചെയ്യാം, ആരെങ്കിലും കൈ ചെയ്യാമല്ലോ. നോക്കാം. ബാ ലെറ്റ്സ് ട്രൈ. ഇപ്പോഴും അല്ല, ഇത് എന്താണെന്ന് പരിപാടി നോക്കിയാലല്ലേ കൊച്ചു എണീക്കുമ്പോഴത്തേക്കും ചെയ്യാൻ പറ്റുള്ളൂ. അവളെ കൈവയ്ക്കുന്നതാണ് ഏറ്റവും വലിയ പാട്. നീ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എന്തിനാ ഓർഡർ ചെയ്ത്? അധികം സൗണ്ട് ഉണ്ടാക്കല്ലേ, എണീക്ക്. ഫുൾ കെമിക്കൽസ് ആണ്. നോ കെമിക്കൽസ്. ഇത് കാലിന് ഇടാനുള്ള പൗഡർ, ഇത് കൈക്കിടാനുള്ള പൗഡർ, ഇത് കൈക്കുള്ളത്, ഇത് കാല്. ഇത് രണ്ടെണ്ണം ഒരുമിച്ച് ചെയ്യാനുള്ള കൈ. ഇത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള പെയിന്റ് ആണ്. അപ്പം ഇതുപോലെ പെയിന്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പം നമ്മളിത് ട്രൈ ചെയ്യുന്നതായിരിക്കും. മേഘ വാങ്ങിച്ച ഉപയോഗം ഉണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ എന്നെ പറയാനല്ലേ, അതാണ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇംഗ്ലീഷ്. മേഘ വായിച്ചിട്ട് മലയാളത്തിൽ പിന്നെ പറഞ്ഞു തരും. എണീക്കാനുള്ള എല്ലാം വന്നു കഴിഞ്ഞു. ഗുഡ് മോർണിംഗ്. എവിടെയാണോ? നമ്മളെ കണ്ട് പേടിയാവും മിക്കവാറും. ഹായ്, എങ്ങനെയുണ്ടായിരുന്നു ഉറക്കമൊക്കെ? മേഘ കണ്ടാ പേടിക്കും. നോക്കിയാണ് മൂക്കിൽ ചെയ്ത് വെച്ചേക്കണ. അതെ, അതുപോലെ എനിക്കും ചെയ്തു നോക്കിയാണ്. എന്തിന്റെ സംഭവം വരുന്നത്? മാറ്റാൻ വേണ്ടിട്ട് കൊച്ചി തന്നെ ചിരിക്കണ്. ബ്ലാക്ക് ഹെഡ്സ് എന്ന്. എവിടാ? നമുക്കിന്നൊരു പരിപാടി ഉണ്ട്. കൈ വെള്ളത്തിൽ മുക്കി വെക്കുന്ന ഒരു പരിപാടി. ചെയ്യാത്? നീ ഊന്ന് சொன்னா നമുക്കത് ചെയ്യാം. എന്തു പറയുന്നു? നീ ഓക്കെ എന്ന് പറഞ്ഞാ ഉറങ്ങിയടി അതിനടുത്ത്. സ്വപ്നം കാണു സ്വപ്നം കാഞ്ഞു. നല്ല സ്വപ്നം കണ്ട്. നമുക്കേ ഒരു ബക്കറ്റിനകത്ത് കൈ മുക്കി വയ്ക്കണം. വയ്ക്കുമ്പം അതെന്താ? കൈ ബക്കറ്റിൻ്റെ അകത്ത് മുക്കി വയ്ക്കുമ്പോൾ നിൻ്റെ കൈയുടെ അതേ ഷേപ്പിൽ ഒരു സാധനം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? എടാ, എന്താടാ ഇന്ന് നീ ഉറങ്ങുന്നു? വാട്ടാപ്പൻ്റെ എന്നാ നീ ഉറങ്ങിക്കോ. ഞാൻ പോയി കൈമുക്കാൻ പോണു നിന്റെ സാധനത്തിൽ. തനു ബേബി, അവിടെ
നമ്മളൊരു ബക്കറ്റിൻ്റെ അകത്ത് നിൻ്റെ കൈ മുക്കി വയ്ക്കും. നിൻ്റെ അത്ര ഇഷ്ടപ്പെട്ടോ? അല്ല, ബക്കറ്റിനകത്തെ നമ്മൾ കൈ മുക്കി വെച്ചിട്ട് നിൻ്റെ കൈയുടെ അതേ രൂപം എടുക്കും. നീ ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. എന്നാ ബാ ചെയ്യാം. മൂഡ് മാറുന്നതിന് മുമ്പ് ചെയ്യാം. കൈയും കാലും മുക്കി വയ്ക്കാം വെള്ളത്തിൻ്റെ അകത്ത്. ഓക്കെ ആണോ? പിള്ളേർ ഭയങ്കര ഇഷ്ടം അത്. ഇത് റിമൂവ് ചെയ്തിട്ട് ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ആദ്യം. വല്ലതും ഉണ്ടാ? വല്ലതും ഉണ്ടാടി മേഘുവിൻ്റെ അകത്ത്? ഉണ്ട്. എൻ്റെ ചെറിയ ഇങ്ങനെ നോക്ക്, പെട്ടെന്ന് ഈ സൈഡ് നോക്ക്, ഇവിടെ സൂക്ഷിച്ച് നോക്ക്. ചേട്ടാ എൻ്റെ അത്ര കാണത്തില്ല. ഇല്ല, ഇത് വാങ്ങിച്ച പുതിയതുപോലെ തന്നെ ഇരിക്കുന്നു. ഇല്ല, ഉണ്ട്. അയ്യോ, മൂക്കത്തി പണി തന്നാ. മൂക്കത്തി ചെറുതായിട്ട്. അയ്യോ, ഇതാരും വാങ്ങിക്കില്ല കേട്ടോ. നഷ്ട സാധനമാണ് കേട്ടാ. ചുമ്മാ ഒത്തിരി വേന എടുക്കുന്നല്ലാതെ വേറെ യാതൊരു യൂസും ഇല്ല. ആരും എടുക്കില്ലാണ്ട ഒന്നുമില്ല. അത് മൂക്കിലെ മുടിയാണല്ലോ. പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. മേഘയുടെ ഇത് 450 ml ആണ് നമ്മൾ കാലിന് വേണ്ടത്. രൂഹത്തിലെടുത്താണ് ഞാൻ. 450 ml നമ്മൾ ഈ പൗഡർ തട്ടാൻ പോകുന്നത്. ഇതാണ് മോൾഡിങ് പൗഡർ. അങ്ങനെ അറിയാതെ ഞാൻ കുറുക്കണ കാക്കണമല്ലോ, എന്നിട്ടല്ലേ അത് നോക്കാം. സാധാരണ 36 സെക്കൻഡാണ് പറയണത്. ഞാനതൊരു പകുതിയുള്ളൂ. നല്ല കുറുക്ക് പരിപാടിയിലാക്കണമല്ലോ. എന്തായാലും ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായാലും അത് ഇതാവില്ലല്ലോ. അനക്കല്ലേ ബാബോ. സന്തോഷമില്ലേ? നടക്കണ പരിപാടിയല്ലെന്ന് തോന്നണേ. കൊച്ചിനൊട്ടും പറ്റത്തില്ല. 1 മിനിറ്റോളം വെക്കണമെന്ന് പറയണം. ഒരുപാട ഗൈസ്, 1 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത് കൈക്കുള്ളതാണ്. അതിന് 350 ml വെള്ളം. ഈ സ്മെല്ല് എനിക്ക് എവിടെ ഇതെന്ന് അറിയുമോ? എനിക്ക് നമ്മൾ മറ്റേ ഈ പല്ലിൻ്റെ ഒക്കെ ക്യാപ്പിന് അളവെടുക്കില്ലേ, അത് ഇതുപോലത്തെ സ്മെല്ല്. എനിക്ക് ഇതുപോലത്തെ സാധനം എന്തെങ്കിലായിരിക്കും യൂസ് ചെയ്യണം അല്ലേ? നിന്റെ പല്ലിനാണെന്നുണ്ടെങ്കിൽ കുട്ടിയായിരിക്കും. ഓക്കെ, റെഡിയാ. റെഡി എനിക്ക് എൻ്റെ ഡ്രസ്സ് പെർഫെക്റ്റായിട്ട് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം. ഒരു ട്രൈ. ഈ ട്രൈ സക്സസ് ആയിട്ട് അടുത്ത് നമുക്ക് വെച്ച് ഒന്നുകൂടി കഴിക്കാം. ഐസ്ക്രീം പുതാര കൈ കണക്കിരിക്കണം. കൈ കൊണ്ട് കഴിവും കൊച്ചിൻ്റെ. ഇങ്ങനെ ആയി. ഇനി ഇതിൻ്റെ അകത്ത് വേറൊരു പൗഡർ കൂടി തലയ്ക്ക് ഒഴിക്കണം. ഈ കാസ്റ്റിംഗ് പൗഡർ ജസ്റ്റ് ഒരു 20 ml വെള്ളത്തിൽ വെച്ചിട്ട് ജസ്റ്റ് നല്ലൊരു 45 സെക്കൻഡ് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്യുക. എന്നിട്ട് മോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഒഴിക്കണം. ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര മണിക്കൂർ വയ്ക്കണം? 3. രണ്ടും ഇതിൽ തട്ടിയോ? ഇല്ല, ഒന്ന് മാത്രമേ ഉള്ളൂ.
ഞാൻ മേഘയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നീ അതിന്റെ നോക്കി ഓ ഭയങ്കര മാസം അടിച്ചിട്ട് ഷെർലോക്ക് ഹോംസിനെ പോലെ. എക്സ്ക്യൂസ് മീ, രണ്ടും തട്ടിയോ? ഇല്ല ഇല്ല. ഇത് എത്ര മണിക്കൂർ വയ്ക്കണം? ഇത് ഒരു 2 മണി 3 മണിക്കൂർ. 3 മണിക്കൂർ. ഇപ്പൊ സമയം എത്ര? 3:15. അതിന് കൈയുടെയും കൂടി ഒക്കെ ഉണ്ട്. കൈയൊക്കെ ഇനി ആരെ കൈ കണക്ക് പറഞ്ഞാൽ നോക്കാം. കൈക്കും കാലിനും സെപ്പറേറ്റ് കാസ്റ്റിംഗ് പൗഡറാണ് കേട്ടോ. ഇതിന് 35 ml, ഇതിന് 20 ml ആണ്. 20 ml ഒക്കെ എൻ്റെ ഊഹത്തിന്റെ പുറത്ത് ഞാൻ എടുക്കണേണ്. അറിഞ്ഞൂടാ, ഒരബദ്ധം പറ്റിപ്പോയി. വെള്ളം കൂടിപ്പോയി. വേറൊരു പൗഡർ കൊണ്ട് ഇതാ പോണു. എനിക്ക് അപ്പോഴേ മനസ്സിലായി എന്തെങ്കിലും അബദ്ധങ്ങൾ കാണിക്കും. കൈക്ക് 20 ആണല്ലേ? കുഴപ്പമില്ല. ഈ പൗഡറാണ് ഒരെണ്ണം കൂടെ ഉള്ളത്, മറ്റേ ഈ മോൾഡിങ് ആണ് ഉള്ളത്, ഇതില്ല. ഇച്ചിരി വെള്ളം കൂടിപ്പോയി. കുഴപ്പമൊന്നുമില്ല ഞാൻ വിചാരിക്കുന്നു. വെള്ളമായി പോയാ നോക്കട്ടെ. ചാർജ് അടിച്ചെങ്കിൽ വെള്ളമായി പോയി. കുഴപ്പമില്ല, വെച്ചോക്കെ ഏതായാലും. ഇതൊക്കെ ആദ്യത്തെ പരീക്ഷണം. കാലെങ്കിലും കറക്റ്റായിട്ട് കിട്ടും. കാല് കറക്റ്റായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് ഇത്തിരി കറക്റ്റായിരുന്നു. ഒരു ഇംഗ്ലീഷുകാരന്മാർ ചെയ്യണേം കണ്ടിട്ട് മേഘം ഒന്ന് കാണിക്കണം. എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇത് ചിലപ്പോൾ ടാസ്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഏതായാലും നമുക്ക് വെക്കല്ലേ. എന്തായി? ഒന്നും ആവായില്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെ ഒഴിച്ച് വെച്ച് ആണ് ഈ പൊടി അവിടെ ഇറങ്ങട്ടെ. ഇത് പക്കയാവും. ഇത് പക്കയാവാൻ ചാൻസ് ഇല്ല. ഇതൊരു 3 മണിക്കൂർ നമുക്ക് വെക്കാം. അപ്പൊ ചെറുതെറിയൊന്നുമില്ലല്ലേ? ഇല്ല, പറയാം, അല്ലെങ്കിൽ ചിലപ്പോൾ എടുത്ത് കളയും. നമുക്ക് നോക്കാം, ഉണ്ടാവില്ലേ നോക്കാമല്ലോ. ഇനി ഇംഗ്ലീഷുകാരുടെ സാധനം കൊണ്ട് വരട്ടെ. അല്ല, പക്ക ചെയ്യാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല, അബദ്ധം പറ്റിപ്പോയതല്ല. സമ്മതിക്കും അബദ്ധം പറ്റിയെന്ന്. നീ ഇത് വാങ്ങിച്ചു വെച്ചിട്ട് ഒരു എത്ര 3.5 ആഴ്ച ആവൂലേ? അതാ എൻ്റെ ഇപ്പോഴല്ലേ ഞാനല്ലേ യൂസ് ചെയ്തത്. ഓക്കെ മേഡം, ഞാൻ ഇത്രയും വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത്ര നീ വൃത്തിയാക്കി. ഇത് ഇതിങ്ങനെ തന്നെ ഇളകി പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് പേപ്പർ പോലെ ആയി. മിനി കൂപ്പറായിട്ട് വരണുണ്ട്. മിനി കൂപ്പർ മിനി കൂപ്പർ തള്ളിക്കൊണ്ടോ? അയ്യോ എത്തിയാ? നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം ഗൈസ്. 3:15 നമ്മൾ ഫുഡ് കഴിക്കുന്നത്, 3:30. ഇന്ന് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു. ഇപ്പോൾ പണ്ട് സ്കൂൾ വിട്ട് വരുമ്പം വൈകിട്ട് ഒരിട അച്ചാറൊക്കെ വാങ്ങിച്ച് ചുപ്പി വരുമായിരുന്നു. അതൊക്കെ ഒരു സമയം. നീ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അച്ചാർ മേടിച്ചിട്ട് സ്റ്റേറ്റ് പിള്ളേരുടെ തിങ്സാണ് അങ്ങനെ. നമ്മൾ അച്ചാർ വാങ്ങിച്ച് ചുമ്മാ കഴിച്ച് ഇങ്ങനെയൊക്കെ വരുമായിരുന്നു. ബിരിയാണി വേണോ? ബിരിയാണി വേണോ? വേണോ? ഓ സ്കില്ല് സ്കില്ല്. അപ്പോൾ നമ്മൾ പോയി കഴിച്ചിട്ട് വരാം. എനിക്ക് തരാതെ ഇല്ല 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 ഇല്ല. കഴിഞ്ഞ ബഹളമായിരിക്കും. ഹലോ ഹലോ, കരയല്ലേ? അമ്മ ഇപ്പം വരും. കുളിക്കാൻ പോയിരിക്കുവാ. എന്താ നീ ഒന്നും മിണ്ടാത്തേ? എന്തിനൊന്ന് പറയടാ. ഹലോ ഇങ്ങേ എന്താ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കണ്ട? ഫോൺ എടുത്ത് വെച്ചാൽ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഓ ഓ ഓ, അതെന്ത് എന്ത് എക്സ്പ്രഷനാണ് അത്? എന്നിട്ട് നല്ലപോലെ കിടന്ന് ഉറങ്ങി. അപ്പോൾ രാത്രി ഉറക്കം കാണാൻ വഴിയില്ല. ഞാനും ഒരു ചെറിയ മയക്കത്തിൽ ഞാനും തനുബേബിയും കൂടി ചെറിയ ഉറങ്ങാൻ പോവാണ്. ഉറങ്ങാൻ പോവാം. ഉറങ്ങിയിട്ട് വരട്ടെ. അമ്മ വരും വരെ കരയാതെ നോക്കണം. അതാണ് ഇപ്പോൾ എൻ്റെ ഡ്യൂട്ടി. 3 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിതിനി ഇളക്കാം അല്ലേ? തനുബേബി ഉറക്കം. ഇന്നാണ് ഇച്ചിരി കിടന്ന് ഉറങ്ങുന്നത്. വലിയ ശല്യമൊന്നും ഇല്ലാതെ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ശല്യമില്ലാന്ന്. പക്ഷേ ഇതൊന്നും അല്ല വീട്ടിലെ അവസ്ഥ. ഇന്ന് തന്നെ വാക്സിൻ എടുത്തതിൻ്റെ ക്ഷീണം കൊണ്ടാണ് കിടന്ന് ഉറങ്ങണം. സത്യം. ആദ്യം കാലിൻ്റെ എടുത്ത് കാലായോ കൈയായോ നമുക്ക് നോക്കാം. ജെല്ലി പോലെ ഉണ്ട് കേട്ടോ. അകത്തത് കെട്ടായ കുഞ്ഞുകാലി. ഇറ്റ്സ് വർക്കാണ് കേട്ടോ. നമുക്കിത് പെയിൻറ്റും കൂടി അടിക്കാം. അപ്പോൾ ഇത് പക്കയാവും. കൈയാണ് ഇച്ചിരി ടാസ്ക്. അത് ഇച്ചിരി വെള്ളം കൂടി പോയി. കൈയിന് ഏത് രൂപത്തിൽ ചെയ്യണം നോക്കാം.
എട്ടാ മോനെ. അപ്പോൾ അതിനി ഇളക്കിയെടുക്കണം അല്ലേ, ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീനിങ്ങിൻ്റെ പരിപാടിയുള്ളൂ കേട്ടോ. പക്ഷേ കൈ പക്കയാണ് കേട്ടാ. ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചൊരു സാധനം ഉപയോഗം ഉണ്ടായി. എങ്ങനെയുണ്ടായിരുന്നു? ഉള്ള ഇനി ഇത് നമുക്കിത് പെയിൻറ്റ് കൂടി അടിച്ചിട്ട് കാണാം. വർക്കാണ് കേട്ടോ. നമുക്കിതൊക്കെ ഇതൊക്കെ ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണതല്ലേ. പക്ഷേ കൊള്ളാം. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാളും പക്ഷെ നമ്മള് കൊച്ചല്ലേ, അപ്പൊ കാലൊക്കെ ഇട്ട് അനക്കിയപ്പോഴത്തേക്കും വന്ന സംഭവമാണ്. പക്ഷെ ഇതൊക്കെ അവരെ വിളിച്ചൊക്കെ ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ അല്ലേ? ചെയ്യാൻ ആളുണ്ട്. അങ്ങനെ അവര് വീട്ടിൽ വന്ന് ചെയ്തു തരും. അപ്പം കറക്റ്റ് ആയിട്ട് കിട്ടും. ഇത് അച്ഛൻ്റെ അമ്മയുടെയും കൊച്ചിൻ്റെ കൈ ഒരുമിച്ചൊക്കെ വെക്കണുണ്ട്. നമുക്ക് ഇനി അത് ട്രൈ ചെയ്താക്കാം. ഞാൻ ഇത് ഒരു സാൻഡ് പേപ്പർ കിട്ടട്ടെ, ഉരച്ച് ഞാൻ അത് സെറ്റാക്കി തരാം. ഓക്കെ. കാല് നമ്മൾ ചെയ്തു, കാല് സെറ്റാക്കി. അത്യാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, കാരണം ഒരുപാട് ഇനി ചെയ്യാൻ നമുക്ക് പറ്റൂല. കണ്ടത് ഇവിടെ ഒരു മാത്രമേ ഉള്ളൂ, പക്ഷെ മൊത്തത്തിൽ ഓക്കെയാണ്. എൻ്റെ കാല്, കുഞ്ഞു കാല് കൊള്ളാല്ലേ. ഇത് എന്തായാലും എത്ര രൂപ മേടിച്ച? 400 സംതിങ് ആണ്. 400 രൂപ കേട്ടോ. ചുമ്മാ വീട്ടിൽ നിന്ന് പക്ഷേ വീട്ടിൽ നിന്ന് ചുമ്മാ ചെയ്ത് നോക്കാം. പൊടി ഉണ്ടെങ്കിലേ ഇതിപ്പോൾ മറ്റേ പോളിഷ് ചെയ്തെടുക്കാം. മറ്റേ പൊടി ഒരെണ്ണോടി ഇരിക്കുകയല്ലേ, അതെടുത്ത് വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇത് പോളിഷ് ചെയ്തെടുക്കാം. ഈ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഇത് സംഭവം എന്തെന്നറിയാമോ? ഇത് കുറച്ച് ഇത്തിരി വെള്ളം കണക്കല്ലേ ആയത്. അപ്പോൾ ഇത് ഉണങ്ങ ഇച്ചിരി നമ്മൾ തേക്കുമ്പോൾ മനസ്സിലായതാ ഇളവണുണ്ട് അതേപോലെ, മനസ്സിലായത്. അപ്പോൾ അതെടുത്ത് പക്ഷെ അത് ഉപയോഗമുണ്ട്. പക്ഷെ എന്തെങ്കിലും എടുത്ത് ആ വരുന്ന ഭാഗമല്ലേ അത് വെച്ച് ഇങ്ങനെ ക്ലിയർ ചെയ്ത് അങ്ങ് വിട്ടു കൊടുത്താൽ മതി. അതെ അതെ. ഇത് ഞാൻ കുറച്ച് വെള്ളം കൂടിപ്പോയി. പക്ഷെ കയ്യിന് നെയിൽസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കുറച്ചുകൂടെ നന്നായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? കാലിനെ കാട്ടിൽ ഈ സാധനം കണ്ട. ഇതിപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ട് നമുക്ക് പൂച്ചി കൊടുത്താൽ അത് ഫില്ലാവും. അപ്പോൾ ആ ഗ്യാപ്പ് അങ്ങ് ഫില്ലാവും. അപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സമ്മതിച്ചിരുന്നല്ലേ. ഇപ്പം മറ്റേ ഇത് കണ്ട ആ ഗ്യാപ്പ് ഫില്ലായതുണ്ട. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. കുറച്ചൊരു ചെറിയ കൈയും കാലും വരുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് കുറേ വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിയ മനസ്സിലായി. ഈ കുഞ്ഞുകാലം ഇത്രയും വലുതാവും. ഇടയിൽ കുറച്ച് ബ്ലൂ ഉണ്ട്. സക്സസ്ഫുള്ളി കിട്ടിയ കൈ വെച്ചിങ്ങനെ സ്റ്റൈലുണ്ടാ. അത്യാവശ്യം പെർഫെക്റ്റ് ആയി കേട്ടോ ഗൈസ്. അത് നമ്മൾ ചെറുതായിട്ട് സാൻഡ് പേപ്പറിട്ടൊക്കെ ഉരച്ചൊന്ന് ഡീറ്റെയിലും ചെയ്തപ്പോഴത്തേക്കും പക്കയായി. ഇനി അത് പെയിന്റ് കൂടി അടിക്കുമ്പോൾ സെറ്റാണ്. പ്രൊഫഷണൽ അല്ലെങ്കിലും അത്യാവശ്യം മിനി പ്രൊഫഷണലായി. ഇത് പിന്നെ കുറച്ച് വെള്ളം കൂടിപ്പോയതുകൊണ്ട് കുറച്ച് നനവുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഓക്കെയാണ് സാധനം. ഇപ്പം നമ്മൾ ഇതിപ്പോൾ അത് ഒരു കണക്കിന് നന്നായി. കാരണം ഈ ഗ്യാപ്പൊക്കെ നമുക്ക് ഇത് വെച്ച് തന്നെ ജസ്റ്റ് അടയ്ക്കാനൊക്കെ പറ്റി. മേടിച്ച ആകെ നല്ലൊരു സാധനം. പിന്നെ ഇടയ്ക്കിടെ ഇങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യാറുണ്ട് അവള്. ഒരു സാധനം മറ്റേതെന്തോ മറ്റേ കറണ്ടിൽ കൊടുത്തിട്ട് അതിന്റെ വള്ളി ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അവളെ കൈ വെച്ചെടുത്ത് പക്ഷെ കാലിലാണ് നമ്മൾ കറക്റ്റ് ആവാലെന്ന് വിചാരിച്ചത്. പക്ഷെ കൈയാണ് ചെയ്തു വന്നപ്പം കൈയാണ് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയത്. എനിക്ക് മറ്റേ നമ്മള് സാൻഡ് പേപ്പർ റെഡിയായി. എന്താ നമ്മൾ സാധാ പെയിന്റ് അടിക്കുന്ന സാധനമല്ലേ? ഗോൾഡ് കളറാണ് ഗൈസ്. ഞാൻ പണ്ടൊരു നല്ലൊരു പെയിന്ററായിരുന്നു. ഞാൻ ബുക്കിൽ പെയിന്റ് ചെയ്യുമായിരുന്നു. പിന്നെ ആൾക്കാരെ വിളിച്ച് ചെയ്താൽ കുറച്ചുകൂടെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും, അത്രേ ഉള്ളൂ. പക്ഷെ എക്സ്പെൻസ് ആവും കേട്ടോ. അല്ല, അവരെ വിളിച്ച് ചെയ്യുമ്പോൾ ഈ കൈ രേഖയൊക്കെ കറക്റ്റ് ആയിട്ട് വരും. അവരെന്തോ ചെയ്യും. നമ്മൾ തന്നെ കൈ നോക്കിയാൽ പോരെ, അത് മായൊന്നുമില്ല കൈ രേഖ. അതല്ല, കാണുമ്പോൾ പാവയ്ക്ക് ഒരു അല്ലേ 20-25 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് എത്ര വയസ്സാവും? 50 വയസ്സ് 55 വയസ്സൊക്കെ സത്യല്ലേ? നീ ഇരിക്കും, കാരണം ബാക്കി 25 ആകുമ്പോൾ നിനക്ക് 50 ആവും. 50 വയസ്സാവും എനിക്ക്. ഞാൻ തീരും. എൻ്റെ ഫോട്ടോ ഇവിടെ ഇരിക്കും. അതിന് 55 അല്ലേ? പറയാൻ പറ്റൂല. അതിലൊക്കെ എന്തിരിക്കുന്നത്? നമുക്ക് ആകെ ഒരു ലൈഫേ ഉള്ളൂ. ഇപ്പൊ തന്നെ എനിക്ക് 25 വയസ്സായി, ചേട്ടന് 30 വയസ്സായി. നമ്മളിനി എത്ര നാൾ ജീവിക്കും? ഞാൻ ഒരു കാര്യം പറയട്ടാ, എനിക്ക് 30 ആവും അല്ലേ? 5 വയസ്സ് വലിയൊരു ഡിഫറൻസ് ഒന്നും അല്ല ആക്ച്വലി. 5 വർഷം എന്ന് പറയണത് 5 വർഷം കഴിയുമ്പോൾ എനിക്ക് 30 ആവും. അപ്പൊ എനിക്ക് 35 ആവും. നമുക്ക് ഒരുപോലെ ആവില്ലല്ലോ. എനിക്ക് അതിനാണ് വിഷമം. കാലടിച്ചു കേട്ടോ. ആ മേളിലും കൂടെ അടിച്ചേക്ക്. അതടിക്കാം, അത് താഴെ കുറച്ച് അടിക്കണ്ട. അപ്പോൾ അതടിച്ചിട്ട് അടിക്കും. നമുക്ക് കൈ അടിക്കാം. നമുക്കിനി കൈ അടിക്കാം. ബേബി എണീറ്റപ്പോൾ മേഘ പോയി. ഓ
തൂലികയുടെ കൈയും കാലും. ഇതിനെന്താ പറയുന്ന, കാസ്റ്റ് ചെയ്തെന്നാ? കാസ്റ്റിംഗ് ചെയ്തതാണ് കേട്ടോ. ഭയങ്കര ഭാരിച്ച പണിയൊന്നുമില്ല, എളുപ്പമാണ്. ആദ്യമായിട്ട് മേഘ വാങ്ങിച്ച നല്ലൊരു സാധനം. സത്യം പറഞ്ഞാൽ ഒന്നും കൂടെ വാങ്ങേണ്ടിരുന്നു. ഞാനും വിചാരിച്ച്, പക്ഷെ കാല് കറക്റ്റാവും, കൈ പാളിപ്പോന്ന് വെച്ചാൽ, പക്ഷെ കൈ കറക്റ്റായിട്ട് വന്നു. കാല് ചെറിയ കൈ വെച്ചേക്കുന്ന രീതി കൊള്ളാൻ രസമുണ്ടോ വെച്ചേക്കുന്നത്. അതെ, പക്ഷെ കാല് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പക്ഷെ ഞാൻ പാളിപ്പോന്ന് വിചാരിച്ച കൈയാ, പക്ഷെ കൈ സെറ്റായിട്ടുണ്ട്. അവള് ഉറക്കമാണ്. പിന്നെ ഇത്ര വേസ്റ്റൊക്കെ വരുള്ളൂ. രസമുണ്ട് ഇത് മേക്ക് ചെയ്യാൻ. നമുക്കൊരു വീട്ടിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് എത്ര രൂപ? നമ്മളായിട്ട് ചെയ്താൽ കുറച്ചൊരു നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പുറത്തുനിന്ന് ഒരാൾ വന്ന് ചെയ്യണ കേട്ടില്ലേ, നമുക്കൊരു ഇതായിരിക്കും അല്ലേ. ഇതെന്തായാലും ഒരെണ്ണോടി മേടിച്ച് നമ്മളെ കൈ കൂടി വെച്ച് ചെയ്ത് നോക്കാം. നമ്മുടെ 3 പേരുടെയും കൈ വെച്ച്. കൊച്ചുറങ്ങി. ചായ കുടിക്കാൻ അവിടെ പോയാലോ? അമ്മയുടെ സമയം അമ്മയുടെ ആക്കിയിട്ടേ ചായ കുടിക്കും. ഇന്ന് അമ്മ ഏതായാലും നല്ല മൂടില്ല, വലിയ പ്രശ്നം. അതെ ഉണർത്തുന്നില്ല. ഇവിടെ അറിയുന്നു എങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത കാര്യം. ഞാൻ പറയും ഇതെല്ലാം വലുതാകുമ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുമല്ലോ അല്ലേ. അതെ അതൊക്കെ ഒരു ഭാഗ്യമാണ് അല്ലേ. നമുക്കൊന്നും അങ്ങനെയൊന്നും ഭാഗ്യമില്ല. നമ്മൾ പക്ഷേ പഴയ വീഡിയോസ് കാണുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീൽ. ജിത്തുൻ്റെ ഉണ്ട് എൻ്റെ പഴയ വീഡിയോ. അയ്യോ അതൊക്കെ പുറത്ത് വന്ന് എൻ്റെ മാനം പോകും. നമ്മള് കൊച്ചിലത്തൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കും കൊച്ചിലേക്ക് സംസാരിച്ച് ചെയ്തതൊക്കെ കാണാൻ നല്ലൊരു ഇതായിരിക്കും. നമുക്ക് ഏതായാലും ഭാഗ്യമുണ്ട്. അതെ, നമ്മൾ പോയാലും നമ്മൾ ഓർമ്മകൾ ഈ വീഡിയോ ആയിട്ട് ഇവിടെ നിൽക്കും. നിങ്ങൾ ഇതുപോലെ എല്ലാവരുടെയൊക്കെ വീഡിയോ എടുത്ത് വെച്ചാൽ അല്ലേ നമുക്ക് തന്നെ ഡോക്യുമെന്റ് ചെയ്ത് വെക്കാം. ഇപ്പം യൂട്യൂബ് ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല, യൂട്യൂബ് എന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വീഡിയോ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന നല്ല നല്ല മെമ്മറീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരോടുള്ള വീഡിയോസ് നിങ്ങൾ എടുത്ത് വെക്കണം. ഇപ്പം നിങ്ങൾ യൂട്യൂബർ ആവണം അങ്ങനെ ചിന്തയല്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ അതിലോട്ട് അപ്ലോഡ് ചെയ്തിട്ടോ. കാരണം നമ്മുടെ ഫോണിൽ സ്പേസ് തികയില്ല. പക്ഷേ അതിൻ്റെ അകത്ത് കിടന്നാൽ നമുക്ക് എപ്പോഴായിരുന്നാലും കാണാം. ഇപ്പോഴെനിക്ക് തന്നെ നമ്മുടെ പഴയ വീഡിയോസ്, ഇന്നലെ ഒരു പയ്യൻ ഹാപ്പി അല്ലേ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ ആദ്യം തൊട്ടുള്ള വീഡിയോസിൻ്റെ ചെറിയ ചെറിയ കട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടത്. പക്ഷേ ഞാൻ ആലോചിച്ച് എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ പോയെന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലുണ്ട്. സോ നിങ്ങളിതുപോലെയുള്ള നല്ല നല്ല മെമ്മറീസ് വീഡിയോ എടുത്ത് വയ്ക്കുക. ഇതൊക്കെ ഇപ്പോഴേ കിട്ടുള്ളൂ, പിന്നെ കിട്ടൂല. ഗൈസ്, നമ്മൾ കൊച്ചിനെ ഇവിടെ അമ്മയുടെ അടുത്താക്കിയിട്ട് നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. മാഗി ഇങ്ങനെയൊക്കെ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അതെ, എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഇപ്പം ചായ കുടിക്കുമ്പോഴേക്കും മാഗി ഒരു ടൂർ പാക്കേജാണ്. പണ്ട് നമ്മൾ സ്ഥിരം പുറത്തായിരുന്നല്ലേ. ഞാൻ എപ്പോഴും രാത്രി ചേട്ടൻ നമുക്ക് പുറത്തോ. ഞാനും വൈകിട്ട് ചിലപ്പോൾ രാത്രിയൊക്കെ എഡിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പറയും മേലെ ചായ കുടിക്കാൻ പോകാം. കാരണം എന്താണ്, പുള്ളിക്കാരി പറഞ്ഞില്ല, ഞാൻ പോയിട്ട് ചായ കുടിച്ച് എല്ലാവരും പറഞ്ഞ് രാത്രി ചായ കുടിച്ച് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ അങ്ങനെയല്ല, ഞാൻ നല്ല കിടന്ന് ഉറങ്ങും. എനിക്ക് നല്ല ഉറക്കമാണ്. ഞാൻ നോക്കും രാത്രി ചിലപ്പം യൂറിൻ വല്ലതും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ എണീറ്റ് പോയി കഴിഞ്ഞാൽ ഇവള് അവിടെ പ്രേതത്തിന്റെ, ഇവള് കാണാൻ ഏറ്റവും കൂടുതൽ കാണാൻ ഹൊറർ ഫിലിമാണ്. അപ്പൊ ഞാൻ നോക്കും രാത്രി എണീറ്റ് നോക്കുമ്പോൾ വല്ല പ്രേതത്തിന്റെ പടം ഇട്ട് കണ്ടോണ്ടിരിക്കും. നെറ്റ്ഫ്ലിക്സ് വിത്ത് ചില്ല എന്ന് പറയുന്ന പോലെ. ഇപ്പൊ ഞാൻ ഫുൾ ചില്ല വിത്തൗട്ട് നെറ്റ്ഫ്ലിക്സ് ഇല്ലെന്നേ ഉള്ളൂ. പിന്നെ 2 ദിവസം കൊണ്ട് കൊച്ചു ഭയങ്കര ഈ വാക്സിൻ എടുത്തതിന് ശേഷം ഭയങ്കര, സത്യം പറഞ്ഞാൽ 2 ദിവസമായിട്ട് എനിക്ക് റെസ്റ്റ് ഇല്ല. എന്ന് വെച്ചാ നമുക്ക് എടുക്കാൻ പറ്റൂല, അതായത് താഴെ വെക്കാനും പറ്റൂല. എന്ത് ചെയ്യും, ആ അവസ്ഥയാണ്. കരച്ചിൽ നിർത്തത് നോൺ സ്റ്റോപ്പ് ആണ്. പിന്നെ 3 ആഴ്ച മുമ്പ് മേടിച്ചു വെച്ച സാധനമാണ് മറ്റേ കാസ്റ്റിംഗ്, ബേബി കാസ്റ്റിംഗ് കിറ്റ്. അത് നമ്മൾ ഇന്ന് ഇരുന്നിട്ട് സമാധാനമായിട്ട് നമ്മൾ ഇന്ന് ചെയ്തത്. കാരണം ഇന്നൊരു സന്തോഷം, ഒരു പീസ്. ഇന്ന് വലിയ പ്രശ്നമൊന്നുമില്ല, തൂലികയായിരുന്നാലും വേറെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടൊരു സന്തോഷമുള്ളൊരു ഡേ ആയിരുന്നു. ഞാൻ കുറെ നാളെ ശേഷം ഇങ്ങനത്തെ ഒരു സാധനം, വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കാനൊക്കെ നോക്കുന്നത് തന്നെ. നീ ഇങ്ങനെയുള്ള സാധനം വാങ്ങിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കി. പക്ഷെ ചെയ്തെന്ന കൊള്ളാം. ഇതിനൊക്കെയുള്ള സാധനങ്ങൾ മേടിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ത്വര വന്നു തുടങ്ങി. അങ്ങനത്തെ കണ്ടുപിടിക്കട്ടെ നല്ലത്. ഇവള് വേറെ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു, എന്തോ ഇലക്ട്രിക് ഷേപ്പ് മേക്കർ പോലത്തെ ഒരു പ്ലാസ്റ്റിക് സാധനം ഒരുക്കിയിട്ട് നമുക്ക് എന്ത് ഷേപ്പിൽ വേണം ചെയ്യാം. എന്നിട്ട് അത് പടി പോലെ ഇങ്ങനെ വരും. പക്ഷെ അത് ഒരുപാട് ഇത് ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ അത് പ്ലാസ്റ്റിക് അല്ലേ, അപ്പൊ അതിന്റെ ഒരു സ്മെല്ല് വരും. കുഞ്ഞു പിള്ളേർക്കുള്ളൊന്നും വാങ്ങിച്ചെടുക്കാത്തതാണ് നല്ലത്. നീ എന്തിനു മേടിച്ചത്? ഞാൻ കുഞ്ഞല്ലല്ലോ, ഞാൻ വലുതല്ലേ. അതുകൊണ്ട് ഞാൻ വെറുതെ ട്രൈ ആക്കി നോക്കാൻ. അപ്പൊ നമുക്ക് ട്രൈ ആക്കി നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ആ സ്മെല്ലുണ്ട്. ഇലക്ട്രിക് ആയതുകൊണ്ട് പ്ലാസ്റ്റിക് കരിയുന്നതിന്റെ സ്മെല്ലില്ലേ. അപ്പൊ അതൊക്കെ കണ്ടുപിടിച്ചു ഈ സാധനമൊക്കെ. അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ഇത് വലിയ കാര്യമൊന്നും അല്ല ചേട്ടാ, അതൊന്നും കാണാത്തോണ്ടായിരിക്കും. ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് വാക്സിൻ. ഞാൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു പേരാണ് വാക്സിൻ. ഡെലിവറിയിലെ PVക്ക് ശേഷം ഞാൻ പേടിക്കുന്ന ഒരു വാക്കാണ് വാക്സിൻ. കരഞ്ഞിടന്ന് വിളിയാ നമുക്ക് തന്നെ ഒരുമാതിരി പേടി തോന്നും. അയ്യോ ഇത് എങ്ങനെയും കാണി എന്തെങ്കിലുമൊക്കെ കാണിക്കുക. ഹോസ്പിറ്റലിൽ പോയിരുന്നിട്ട് ഞാൻ അവര് തന്നെ കിളിക്കായിരുന്നു. ഞാൻ ഇങ്ങനെ പിന്നെ എന്റെ മുഖം കാണാതെ ചിരിക്കുന്ന കാണുമ്പോ പിന്നെ ഒരു ആശ്വാസമാണ്. ഇന്ന് ഫുൾ ചിരിയും കളിയൊക്കെയാണ്. ഇച്ചിരി കരഞ്ഞോളൂ, വലിയ കുഴപ്പമില്ലായിരുന്നു.
അവളൊന്നും ഓക്കെ, നമ്മളും ശരിക്കും മൈൻഡ് ഓക്കെ. നമ്മുടെ മൂഡ് സത്യം പറഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ ബേബി. സത്യം പറഞ്ഞു അതാണ് സത്യം. വാവ എങ്ങനെ ഇരിക്കും അത് തന്നെ ആയിരിക്കും എന്റെ മൂഡ്. ഇപ്പൊ ഞാൻ ചേട്ടന്റെ ദേശത്തോട് പെരുമാറുന്നത് വാവ കരഞ്ഞിട്ടുള്ള ദിവസമായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു എന്തോ മനസ്സിൽ വെച്ച് പെരുമാറുന്ന പോലെ. ഞാൻ ഇന്നാണ് തോന്നുന്നു കൂടുതൽ സമയം ഇവിടെ വരാൻ പറ്റിയത്. ബാക്കി ഷൂട്ട് എറണാകുളത്തൊക്കെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതുകൊണ്ട് കുറെ നേരം നമുക്കിന്ന് കൊച്ചിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. എന്ത് ചോദിക്കുന്നതിനും ഭയങ്കര റിപ്ലൈയും സൗണ്ട് ഉണ്ടാക്കലും അതൊക്കെ തന്നെ. പിന്നെ ഞാൻ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിൽ കിടന്ന് അങ്ങനെ ഒരു ആക്ഷനൊക്കെ ഇടും. അത് കാണാൻ തന്നെ മനസ്സിന് സന്തോഷമാണ്. പ്രത്യേകിച്ച് ചേട്ടനെ കാണുമ്പോൾ ഒരു പ്രത്യേകത, അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതിപ്പോ എവിടെ ആയിരുന്നാലും ഇപ്പം അങ്ങനെയൊക്കെ ഒന്ന് കാണുമ്പോൾ ഓക്കെയാണ്. അപ്പോൾ മേഘനെ കൊണ്ട് ഒരു ട്രിപ്പ് ഒന്ന് കറങ്ങി 2 ചായയൊക്കെ വലിയ സ്ഥലമാണ്. മേഘ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എക്സ്ക്യൂസ് മീ, അതിപ്പോ ഓക്കെ ഫോർ സം മന്ത്സ് നമുക്ക് വേറെ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് മേഘ. ഒരു ചായ വാങ്ങിച്ചു കൊടുത്ത് പറ്റിച്ചിട്ട് വീട്ടിൽ കൊണ്ടാക്കട്ടെ. എങ്ങനെയുണ്ട് മഴ പ്ലസ് ചായ? പിന്നെ വല്ലപ്പോഴാണല്ലോ ഇപ്പൊ കൊച്ചിന്റെ വിളി വന്നാൽ ഓടേണ്ടി വരും. നമ്മൾ ഓടും, പക്ഷെ ഒരു സ്പെഷ്യൽ ഫീലിംഗ്. എനിക്ക് തോന്നുന്നു നമ്മള് നീ ആദ്യമായിട്ട് മേടിച്ച സാധനവും പ്രോഡക്റ്റ് എല്ലാം കൊള്ളാം. അതുകൊണ്ട് മഴ എന്തോ ഒരു കൊള്ളാം. എനിക്കൊന്നൊരു 2 ദിവസം കരഞ്ഞോണ്ടാണ് ഈ ദിവസം നല്ലതായെന്ന് തോന്നുന്നു. അതെ, ഡെലിവറി ഒക്കെ ഒരിടത്തും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയാ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിപ്പോ എക്സ്പീരിയൻസ് ചെയ്യണവർക്ക് മനസ്സിലാവും. ഇപ്പൊ എന്നെ പോലെ കുഞ്ഞിന് ഇപ്പൊ എത്ര മാസം കഴിയുമ്പോ ട്രിപ്പ് കൊണ്ടുപോകാൻ പറ്റും? സത്യം പറഞ്ഞാൽ എനിക്കൊരു 3 months കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേരെ കൊണ്ടുപോകാം എന്നാണ് പറയുന്നത്. ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോയാലോ? ട്രിപ്പൊക്കെ പോവാം. പിന്നെ ഇവളെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ അതാണ്. കാരണം ഞാൻ തന്നെ നമ്മൾ തന്നെ മാനേജ് ചെയ്യണല്ലോ. എന്നാ പിന്നെ ഞാൻ ട്രിപ്പ് പോയിട്ട് വരട്ടെ. നമുക്കൊരു കാലമായി കൊച്ച് ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ എത്ര മാസമാണെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. അപ്പോൾ അവർ സെറ്റായതിനു ശേഷം നമ്മൾ അടുത്ത ട്രിപ്പ് പോകുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഹാപ്പി ആയോ? എന്നാണല്ലോ കുഴപ്പമില്ല. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് ഇതൊക്കെ തന്നെ വലിയ കാര്യമാണ്. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കണ ഞാൻ 3 ദിവസം കഴക്കൂട്ടത്ത് കൊണ്ടു തന്നെ. ഓക്കെ, ഇത് ടാലിയാക്കാൻ. ഓക്കെ, സെറ്റ് സെറ്റാണ്. ആ സെറ്റ് 3 ദിവസം കഴക്കൂട്ടവും പപ്സും ചായയും കൊണ്ടുപോയാൽ മതി. ചായ കുടിക്കും. പിന്നെ പുറത്തോട്ടൊന്നും കൊണ്ടുപോയാൽ മതി. ആ ചായ കുടിച്ച് പോവാൻ ടൈം. നീ ഊതി കുടി കുത്തനായിട്ട്. ഇത് മേഘയുടെ വീട്ടിലുള്ളതല്ല, ഇവിടെയുള്ള പട്ടിയാണ്. മേഘയുടെ അച്ഛൻ ഫുഡ് കൊടുത്തതാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ ഇവിടെ വന്നിക്കോളൂ. അപ്പോൾ നമ്മൾ ഫുഡ് വെച്ചെടുക്കും. ഏയ് കമോൺ ബാ, വന്ന് കിടക്കും കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല. കടിക്കുകയും ചെയ്യലടാ ഇവിടെയുള്ള പാവങ്ങളാ. ഓക്കെ ആണോ? പപ്പി പാവണല്ലേ? കണ്ട ഇവിടെ വന്ന് കേട്ടോ. 3 പേരുണ്ട്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കി കൊണ്ട് തരാം കേട്ടോ. തനി ബേബി നല്ല ഉറക്കമാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ്. നല്ലൊരു ദിവസമായിരുന്നു, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ദിവസം. നമുക്ക് അങ്ങനെ അധികം ഷൂട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മളെ കോണ്ടന്റ് വീഡിയോസിൻ്റെ ഷൂട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് എഡിറ്റിംഗ് പരിപാടീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കുഞ്ഞുറങ്ങിയ സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്ത് തീർത്തു. കുറേ നാൾക്ക് ശേഷം ഒരു പീസ്ഫുൾ ഡേ ആയിരുന്നു. നല്ലപോലെ നമ്മളിന്ന് സുനാമിക്ക് ശേഷമുള്ള ഇതെന്ന് പറയും ശാന്തത അതുപോലെയായിരുന്നു. ഇപ്പം തനു ബേബി നല്ല ഉറക്കമാണ്. 2 ദിവസം പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് അതിൻ്റെ ഇതിൽ നല്ല ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഇനി നൈറ്റ് എൻ്റെ വീട്ടിൽ പോകും. മേഘയുടെ അമ്മ ഉണ്ട്. പിന്നെ മേഘയുടെ അമ്മ വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ കറങ്ങാൻ പോകാറാണ് പതിവ്. അതുകൊണ്ട് ഇന്ന് സാധാരണ എണീക്കുന്നതാണ്, പക്ഷെ എണീറ്റിട്ടില്ല. നമുക്ക് വിളി വരും കൊച്ചു എണീറ്റ്. കാരണം ഇവിടെ ഭയങ്കര കരച്ചിലൊക്കെ ആയതുകൊണ്ട് ടക്കറ് ഞങ്ങൾ ഓടി വരും. എപ്പോഴും ഒന്നും ഇല്ല, വലിയ എനിക്ക് തോന്നുന്നു 2-3 വട്ടം കണ്ടിട്ടുള്ളൂ. അതെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ. ബൈ ഗൈസ്, ലവ് യു ഓൾ.